ഞങ്ങൾ സീസ് ചെയ്ത പ്രോപ്പർട്ടീസ് സംബന്ധിച്ച് കൃത്യമായ നിയമ നടപടികൾ ഉണ്ടായിരിക്കും. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്ന ഉണ്ടോ? അല്ല, ഞങ്ങള് കൃത്യമായ നിയമ നടപടി അതിനകത്തുണ്ടാവും. 6 ഗ്രാം കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. പിന്നെ കഞ്ചാവ് ക്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രഷ് എടുത്തിട്ടുണ്ട്. അതിന്റെ പഫ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് OCP പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു വെയിങ് മെഷീൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് 2-3 കത്തി, ഒരു സിക്കിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതിന്റെ കൃത്യമായ നിയമ നടപടികൾ കൃത്യമായിട്ടുണ്ടാവും. സാർ, ഇത് നിലവിലെ നിയമമനുസരിച്ച് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണോ, അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യം അല്ലാതെ കോടതിയിലേക്ക് പോകേണ്ടി വരും? എന്തായിരിക്കും അത്? ഇപ്പൊ പറയാൻ കഴിയില്ല. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവരും മെഡിക്കൽ നടത്തി അവരുടെ ബ്ലഡും മറ്റു തരത്തിലുള്ള ബയോളജിക്കൽ സാമ്പിൾ എല്ലാവരുടെ എടുത്ത് നടപടി ഉണ്ടാവും. ഇല്ല, ലേഡീസ് ആരും ഇപ്പോഴില്ല. അല്ല, അത് അങ്ങോട്ടേക്ക് വാഹനത്തിന് സൗകര്യം തരണം. അപ്പുറത്ത് വലിയ ബസ് അവിടെ കിടപ്പുണ്ട്. ഇപ്പൊ തന്നെ അങ്ങോട്ട് എല്ലാവരും ഇപ്പൊ നിലവിൽ 9 പ്രതികളുണ്ട്. 9 പ്രതികൾ. ഇതിൽ 3 പേർക്ക് നേരത്തെ കേസുള്ള ആളുകളാണ്. ഇയാളടക്കം നേരത്തെ NDPS കേസുള്ളതാണ്. ഈ പറഞ്ഞ ആൾക്കടക്കം ഈ ലഹരി കേസുള്ള ആളാണ്. ഈ ഇപ്പൊ നിലവിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത ഹിരൺ എന്ന് പറയുന്ന വേടനടക്കമുള്ള ആൾക്ക് 3 NDPS കേസുള്ള ആളാണ്. വേടനെതിരെ ഒരു കേസുണ്ട്. ഒരു കേസുണ്ട്, അതറിയാം. ഇടുക്കി ജില്ല അതെ NDPS കേസുള്ളതാണ്. ഒരു കേസുള്ളതാണ് അയാൾ പറയുന്നത്. അത് വെരിഫൈ ചെയ്യണം. ആള് പറഞ്ഞ കഥയാണ്, അതൊന്ന് വെരിഫൈ ചെയ്യണം. അവർ പറഞ്ഞ അതെ 3 പേർക്ക് അത് അവർ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. അതിന് വെരിഫൈ ചെയ്യണം. അവർ ഏത് സ്റ്റേഷനിലെ കേസുകൾ വെരിഫൈ ചെയ്യണം. ഒരു ടൂത്ത് പോലെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അത് ടൂത്താണ്. അത് ടൈഗറിന്റെ പുലിയുടെ പല്ലാണെങ്കിൽ അത് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിയമ നടപടി ഉണ്ടാവും. പോലീസുകാരുടെ ബന്ധപ്പെട്ടതാണ്.